14 ഡിസംബർ 2025 രാവിലെ 4 മണിക്കുണ്ടായിരുന്ന ബാംഗ്ലൂർ ടു മുംബൈ ഫ്ലൈറ്റിൽ കയറി ഞാൻ എൻ്റെ സോളോ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം ഞാൻ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ മുംബൈയിലെത്തി. പിന്നെ മുംബൈ എയർപോർട്ടിൽ നിന്ന് CSTയുടെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷൻ വരെ മെട്രോ ട്രെയിനിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് മെസ്സിയെ കാണാൻ പോകാൻ ജേഴ്സിയൊക്കെ ഇട്ട് റെഡിയായി. എന്നിട്ട് അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് വാങ്കഡെ സ്റ്റേഡിയമിലെത്തി. എൻ്റെ കയ്യിൽ ലഗേജൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ് പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ സ്റ്റേഡിയത്തിൽ കയറി. അങ്ങനെ പരിപാടി തുടങ്ങി. ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ട്ലി മാച്ചായിരുന്നു ബിറ്റ്വീൻ സം സെലിബ്രിറ്റീസ് ആൻഡ് അതിലൊരു ടീമിൽ സുനിൽ ഛേത്രി ഉണ്ടായിരുന്നു. കളി തുടങ്ങിയതും സുനിൽ ഛേത്രിയുടെ വക ഒരു ക്ലീൻ ഹെഡർ ഗോൾ. അങ്ങനെ ആ ഫ്രണ്ട്ലി മാച്ചിൻ്റെ ഇടയിലാണ് ഫൈനലി മെസ്സിയുടെ എൻട്രി അലോങ് സൈഡ് സുവാരസ് ആൻഡ് ഡീപോൾ. സ്റ്റേഡിയം കംപ്ലീറ്റ് ഫുൾ എനർജിയിൽ ചിയർ ചെയ്തു. സുനിൽ ഛേത്രി മീറ്റ്സ് മെസ്സി. പിന്നെ അത് കഴിഞ്ഞൊരു പെനാൽറ്റി ഷൂട്ടൗട്ടായിരുന്നു. സ്റ്റേഡിയമിലൊരു എനർജി വേറെ ലെവലായിരുന്നു. മെസ്സി എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാനൊരുമാതിരി സ്റ്റക്കായിപ്പോയി. ശരിക്കും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ മെസ്സി, സുവാരസ് ആൻഡ് ഡീപോൾ എല്ലാവരും കൂടി സ്റ്റേഡിയം ഫുൾ റൗണ്ട് അടിച്ച് എല്ലാ ബ്ലോക്കിലും ഓരോ ഫുട്ബോൾ വീതം കിക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ സ്റ്റേഡിയം ആണെങ്കിൽ ഫുൾ ചിയറിങ് മോഡായിരുന്നു. മെസ്സി കുറച്ച് പിള്ളേരായിട്ട് പാസൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചിൻ്റെ എൻട്രി. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയറും എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയറും ഒരേ ഫ്രെയിമിൽ. അങ്ങനെ അടുത്തത് സച്ചിൻ്റെ വക ഒരു സ്പീച്ചായിരുന്നു. കംപ്ലീറ്റ് സ്റ്റേഡിയം ഫുൾ പവറിലെ ചിയറിങ്. ശരിക്കും ഒരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഫൈനലി പരിപാടി കഴിഞ്ഞു. ഐ റിയലി ഫെൽറ്റ് ഇൻസ്പയർഡ്. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഒരു അൺഫോർഗെറ്റബിൾ മെമ്മറി ഇൻ മൈ ലൈഫ്.